ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് ആണ്. അത് വിഷുഫലം 2024 ഏപ്രിൽ മാസം 13 അതായത് കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 31 ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദം ശുക്ലപക്ഷത്തിലെ ഷഷ്ടി തിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ആകാശ ഭൂതോദയം കൊണ്ട് മേടം രവി സംക്രമം. മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്ന സമയമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്ന സമയത്തെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും കൂടി നോക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയാണ്. ഈ മിഥുനം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യാധിപനായ ശുക്രനും അതുപോലെ തന്നെ ശനിയും മിഥുനം രാശിക്കാർക്ക് ഭാഗ്യാധിപൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വർഷം അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചെയ്യും. ശനി അത് അനുഗ്രഹിച്ചാൽ വളരെ വിപുലമാണ്. വിഷുഫലം എന്ന് പറയുന്നത് കാർഷിക വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയാണ്. ഈ വർഷം കാലാവസ്ഥ പൊതുവെ അനുകൂലമായിരിക്കും. ആവശ്യത്തിന് വേനൽക്കാലവും മഴക്കാലവും മഞ്ഞുകാലവും ഒക്കെ ലഭിക്കുകയാൽ നല്ല രീതിയിൽ കൃഷി രംഗത്ത് അഭിവൃദ്ധി വന്നു ചേരും. കർഷകർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലുകൾ ചെയ്യുന്നവർക്കും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. അധ്വാനത്തിനനുസരിച്ച് നല്ല വിളവുകൾ ലഭിക്കുകയും വിളകൾക്ക് നല്ല വില ലഭിക്കുകയും ചെയ്യുന്ന കാലം. അത് ഭക്ഷ്യ വസ്തുക്കളായാലും നാണ്യവിളകളായാലും ഒക്കെ വിജയപ്രദമാണ്. ഗ്രാമ്പു, ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങി നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലകൾ ലഭിക്കുകയും നല്ല വിളകൾ ലഭിക്കുകയും ചെയ്യും. ആദിത്യൻ ഏറ്റവും ശക്തി കൂടുന്ന രാശിയാണ് മേടൻ രാശി. അതാണ് വിഷുവായിട്ട് അങ്ങനെ ആഘോഷിക്കുന്നത്. ആദിത്യൻ്റെ അനുഗ്രഹത്താൽ വളരെയധികം വിജയങ്ങൾ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരും. കൃഷി രംഗം മാത്രമല്ല, മെഡിക്കൽ രംഗമായാലും IT മേഖലകളിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് അതുമല്ല ഇനി മറ്റ് വസ്ത്രവ്യാപാര വിപണനവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളായാലും കെട്ടിട നിർമ്മാണവും അതിൻ്റെ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കുന്ന രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചെയ്യും. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ മധ്യവയസ്കരായിട്ടുള്ളവരും യുവതീ-യുവാക്കളും ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയ മധ്യവയസ്കർക്ക് പ്രൊമോഷനോടനുബന്ധിച്ചുള്ള ചില പഠനങ്ങളോ ടെസ്റ്റുകളോ ഒക്കെ ചെയ്യുന്നതിനും അത് വിജയിക്കുന്നതിനുമൊക്കെ ഈ വിഷുഫലം അനുകൂലമാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ല ഒരു കാലം. സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരും. അതിനൊക്കെ ഉള്ള നല്ല കാലം. അതുപോലെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയായാലും മറ്റ് വാഹന സംബന്ധമായ മറ്റ് ഇതര തൊഴിലുകൾ ചെയ്യുന്നവരായാലും തീരദേശത്ത് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യം. ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്നതും ശനിപ്രീതികരമായ കാര്യം കൂടുതൽ ചെയ്താൽ ശാസ്താവ് നീരാഞ്ജനം തെളിയിക്കുകയൊക്കെ ചെയ്താൽ ശനിയുടെ അനുഗ്രഹത്തോടുകൂടി കൂടുതൽ അഭിവൃദ്ധി വന്നു ചേരുവാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര.
എല്ലാവർക്കും സന്തോഷകരമായ ഒരു വിഷു ആശംസകൾ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു.